ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ 94-ാമത്തെ സങ്കീർത്തനം വരെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമുക്ക് 95-ാമത്തെ സങ്കീർത്തനം മുതൽ ചിന്തിക്കാം. 95-ാമത്തെ സങ്കീർത്തനം ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ഹെഡിങ് ആയിട്ട് ഒന്നുണ്ട്. ദൈവസന്നിധിയിലുള്ള സ്തുതി, അതിനെക്കുറിച്ചാണ്. സ്തുതിയാണ് പ്രധാനമായിട്ട് സ്മൃതിയായിട്ടുള്ളത്. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ അവനുള്ളവ, സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവൻ്റെ കൈകൾ നനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈകളെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. മെരിബയിലെ പോലെയും മരുഭൂമിയിലെ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ ദുരാത്മന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്നും ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അങ്ങനെയാണ് ആ 95-ാമത്തെ സങ്കീർത്തനം. 95-ാമത്തെ സങ്കീർത്തനം വളരെയധികം മർമ്മങ്ങൾ അടങ്ങിയിട്ടുള്ള സങ്കീർത്തനമാണ്. മഹാദൈവമായ യഹോവയായ ദൈവം, ആ ദൈവത്തിന് സ്തോത്രങ്ങൾ, സങ്കീർത്തനങ്ങൾ ആർപ്പിട്ട് ദൈവത്തെ സന്നിധിയിൽ ഉല്ലസിച്ച് ഘോഷിക്കുക, ദൈവത്തിന് സ്തുതി പാടുക. യഹോവ മഹാദൈവമല്ലോ, അവിടുന്ന് സകല ദേവന്മാർക്കും മീതെ മഹാരാജാവാണ്. സകല ദേവന്മാർക്ക്, അതായത് സകല ദൂതന്മാരും, ഇവിടെ സാധാരണ പറയുന്ന ദൂതന്മാരെയാണ് ഇവിടെ ദേവന്മാരെന്ന് പറയുന്നത്. ദൂതന്മാരും ദൈവത്തിൻ്റെ മഹാസൈന്യമുണ്ട്. ആ സൈന്യവും ഇവരെല്ലാം വളരെ വലിയ നമ്പറുകളാണ്. ഞാൻ പല മുമ്പത്തെ പല ഓഡിയോകളിലും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അവരുടെയൊക്കെ നമ്പർ എണ്ണം കണക്കാക്കിയാൽ നമുക്ക് തലപെരിക്കും. അതുമാതിരി നമ്പറാണ് അവരുടെ എണ്ണം പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ. ട്രില്യൺ കണക്കിനാണ് അവരുടെ എണ്ണം. അവരെല്ലാവരും ദേവന്മാരും കൂടിയാണ്. കാരണം ഈ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അവർ ദേവന്മാർ. അപ്പോൾ ത്രിത്വ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ഈ ത്രിയേക ദൈവത്തിൻ്റെ പുത്രന്മാരാണ് അവരിൽ ഒരു ഭാഗമാണ് ദൈവസന്നിധിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പോകാനായിട്ട് ഇടയായിത്തീർന്നത്. കാരണം അവർ ഒരു പ്രധാന ദൂതനായിരുന്ന, ഈ പറഞ്ഞ ലൂസിഫർ ഒരു പ്രധാന ദൂതനായിരുന്നു എന്നാണ് പൊതുവെ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞത്. എന്നാൽ അവന് മനസ്സിൽ ദൈവസന്നിധിയിൽ ദൈവത്തോട് അസൂയ ജനിച്ചു. അങ്ങനെ അസൂയയുടെ ഭാഗമായിട്ട് അവൻ ദൈവത്തിനെതിരെ പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ സൈന്യം ഇടപെട്ട് അവനും അവനോട് കൂടെ ഉള്ളവരെയൊക്കെ സ്വർഗത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. ഇങ്ങനെയാണ് ഒരു നല്ല സമ്മാനം ഇതുപോലുള്ള ദേവന്മാർ അല്ലെങ്കിൽ ദൈവദൂതന്മാരെ ദൈവസന്നിധിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയത്. ഈ ലോകത്തുള്ള മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി പല രൂപത്തിലും ഭാവത്തിലും അവിടെയൊക്കെ ആയിട്ട് അവർ ഇരിപ്പുണ്ട്, ഇങ്ങനെ സഞ്ചരിക്കുന്നു. പല കാഴ്ചകളും ഈ ആധുനിക കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്ന, ആകാശത്ത് കാണുന്ന പല കാഴ്ചകളും പല വെളിച്ചങ്ങളും ഈ പറഞ്ഞതുപോലെ മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്രവൃത്തികളും അവിടെ ഇവിടെയൊക്കെ ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത് മിക്കതും ഇതുപോലുള്ള വീണുപോയ ദൂതന്മാരാണ്. അങ്ങനെ എല്ലാവരും ഈ പറഞ്ഞ ഈ ദേവന്മാർ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ഉൾപ്പെടും. അവർക്കെല്ലാം മീതെ മഹാരാജാവായ മഹാദൈവമാണ് യഹോവയായ ദൈവം. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു. ഇതൊക്കെ നമ്മൾ മുമ്പ് ചിന്തിച്ച കാര്യങ്ങളാണ്. കാരണം ഭൂമിയുടെ അധോഭാഗങ്ങൾ എന്താണ്? ഭൂമിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ത്രിയേക ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന അടിസ്ഥാനമാണ് ഭൂമി പോലുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാവുന്നു. കാരണം ദൈവം നേരിട്ട് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന അടിസ്ഥാനമാണ് ഈ ഭൂമിക്ക് ഉള്ളത്. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളതാണ്. കാരണം
ഏറ്റവും അടിയിലുള്ളതും ഏറ്റവും ഉയരത്തിലുള്ളതും എല്ലാം ദൈവത്തിനുള്ളതാണ്. പിന്നെ അത് കൂടാതെ സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി. സമുദ്രം, കര, അതിൻ്റെ അടിയിൽ ഭൂമിയുടെ അധോഭാഗങ്ങൾ, ഇങ്ങനെയായ മൊത്തം ഭൂമിയാവും. അപ്പം അങ്ങനെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടി നടന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് മുമ്പ് ഉൽപ്പത്തിയുടെ സമയം കൊണ്ട് നമ്മൾ വളരെയധികം കാര്യങ്ങളായിട്ട് ചിന്തിച്ചതാണ്. അതിനെക്കുറിച്ച് ദൈവം പരിശുദ്ധാത്മാ തൻ്റെ ജ്ഞാനാത്മാവ് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ, അവിടുത്തെ ആ വലിയ കൃപയിൽ കിട്ടിയ ജ്ഞാനം, ആ അറിവ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചതാണ്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടി നടന്നിട്ടുള്ളത് എന്ന്. അങ്ങനെ അതിനുശേഷം ഇതെല്ലാം അത് ഭൂമിയുടെ ആ ഒരു ക്രിയേഷനെ കുറിച്ച് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ഭൂമിയുടെ അധോഭാഗങ്ങൾ, അതായത് അതിൻ്റെ ബേസ്മെൻറ്റ്, മാൻഡിൽ, പിന്നെ കോറ്, ഇന്നർ കോറ്, ഔട്ടർ കോറ്, മാൻഡിൽ, ഇങ്ങനെ പറഞ്ഞ് ഈ 3 ലെയറുണ്ട് ഭൂമിക്ക്. അത് യഹോവയായ ദൈവത്തിൻ്റെ, ത്രിയേക ദൈവത്തെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അടിസ്ഥാനമാണ്. ഈ ഭൂമിയുടെ അടിസ്ഥാനമാണ്, ദൈവം കൊടുത്തിരിക്കുന്ന ഭൂമിയുടെ അടിസ്ഥാനമാണ്. അതിനു മുകളിലാണ് സമുദ്രം, കരയും ഉള്ളത്. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. അപ്പോൾ നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. നമ്മെ നിർമ്മിച്ച ദൈവം നമ്മളെ നിർമ്മിച്ച ആ പ്രോസസ്സിനെ കുറിച്ചൊക്കെ ഉൽപ്പത്തി പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് കണ്ടു. അപ്പം അവിടെ വളരെ സ്പെഷ്യലായിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയതാണ് ദൈവം. നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈകളിലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അപ്പോൾ ഇന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ എന്നുള്ളൊരു സംഗതി നമുക്ക് ചിന്തിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അതാണ് നമുക്കുള്ളത്. ഇന്ന് അല്ലെങ്കിൽ ഈ നിമിഷം ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കുന്നോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് നിങ്ങൾ അവിടുത്തെ ശബ്ദം, ദൈവത്തിൻ്റെ, ആ മഹാദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിലെ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. മെരീബ കലഹജലം എന്നാണ് പറയുന്നത് അവിടെ. കാരണം ഈ പരേപർവ്വതത്തിൻ്റെ അവിടെ വെച്ചിട്ട് ദൈവം നടത്തിയ വലിയ അത്ഭുതങ്ങൾ നേരിട്ട് കാണുകയും സ്വന്തം ചെവി കൊണ്ട് കേൾക്കുകയും ഒക്കെ കണ്ണുകൊണ്ട് കാണുകയൊക്കെ ചെയ്ത ആ തലമുറ അന്ന് ദൈവത്തെ തള്ളിപ്പറയുന്ന കാഴ്ചകളാണ് അവിടെ ഉണ്ടായത്. അങ്ങനെയാണ് മെരീബയും മരുഭൂമിയിലെ മസാ നാട് എന്നൊക്കെ പറയുന്നത്. അതെല്ലാം ഈ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടങ്ങളിൽ ആ തലമുറ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ ദൈവസന്നിധിയിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവം മനസ്സിൽ, ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന വെളിച്ചം അത് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് ഇടയാവണം. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, അത് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട്, അങ്ങനെ പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. 40 വർഷം ആ തലമുറയെ ദൈവം മരുഭൂമിയിൽ കൂടി ഇങ്ങനെ അലയുന്ന രീതിയിൽ, അലഞ്ഞു നടക്കുന്ന ഒരു രീതിയിൽ അങ്ങനെ ആക്കി കളഞ്ഞു. കാരണം അവരുടെ പ്രവൃത്തി അത്രത്തോളം പാപം നിറഞ്ഞുമായിരുന്നു. അങ്ങനെ ദൈവകൃപയും ദൈവത്തിൻ്റെ ആ നടത്തിപ്പും ദൈവം കൊടുത്ത ഭക്ഷണവും എല്ലാം കഴിച്ചിട്ടും അവർ ദൈവത്തെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ ദൈവത്തെ ഏറ്റെടുക്കാനോ ഒന്നും ഇടയായില്ല. അങ്ങനെ ദൈവം അവരെ വളരെയധികം ശിക്ഷിച്ചു. അവരെ ആ തലമുറ മരിച്ച് ഒഴിയുന്നത് വരെ ആ തലമുറയിൽപ്പെട്ട ആരെയും വാഗ്ദത്തത്തിലേക്ക് കടക്കുവാനായിട്ട് സത്യദൈവം സമ്മതിച്ചില്ല. എന്നാൽ 2 പേര് മാത്രമേ അതിൽ നിന്നും രക്ഷപ്പെട്ടുള്ളൂ എന്ന് നമുക്ക് തിരുവനന്തപുരത്ത് വായിക്കാനായിട്ട് സാധിക്കും. 1 കാലേബും 2 യോശുവയും. അങ്ങനെ ആ 2 പേര് മാത്രമേ, ഈവൻ മോശെ പോലും വാഗ്ദത്ത നാട് കാണുവാൻ മാത്രമേ ദൈവം അനുവദിച്ചുള്ളൂ. മോശയും അഹരോനും അതിന് മുമ്പ് തന്നെ അവർ മരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. മോശെ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ എസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകനായിട്ടാണ് മോശെ കരുതപ്പെടുന്നത്. അങ്ങനെ ആ മോശയ്ക്ക് പോലും പക്ഷേ വാഗ്ദത്ത നാട്ടിലേക്ക് പോകാനുള്ള കൃപ ദൈവം കൊടുത്തില്ല. അവർ വഴിതെറ്റി പോകുന്ന ഹൃദയമുള്ളൊരു ജനമൊന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ പ്രവർത്തനത്തിൽ സത്യം ചെയ്തു. അതാണ് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ തിരുവചനത്തിന് സങ്കീർത്തനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിലുള്ള സ്തുതിയിൽ അതിൽ തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാടും അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ടുണ്ട്.
കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അടുത്ത് നമുക്ക് 96-ാമത്തെ സങ്കീർത്തനം നമുക്ക് നോക്കാം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ. യഹോവ വലിയവനും അവൻ ഏറ്റവും സ്തുത്യനുമാകുന്നു. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ. തിരുമുൾ കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവിൻ. യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറവിൻ. ഭൂലോകവും ഇടകാതെ ഉറച്ചു നിൽക്കുന്നു. അവൻ ജാതികളെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. അപ്പോൾ ഇതും നമുക്ക് വളരെയധികം പ്രത്യേകതയുള്ള അല്ലെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ ദൈവത്തിന് സന്നിധിയിൽ സ്തുതി പാടുന്നതിനെക്കുറിച്ച് പറയാം. എന്നാൽ അവിടെ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് സകല ഭൂവാസികളുമായുള്ളവരെ. അപ്പോൾ ലോകത്ത് ഇസ്രായേൽ മക്കളെ മാത്രമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടല്ല ഈ പറഞ്ഞിരിക്കുന്നത്. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ, യഹോവയെ സ്തുതിപ്പിൻ എന്നാണ് പറഞ്ഞത്. യഹോവയെ പാട്ട് പാടി സ്തുതിപ്പിൻ, മഹത്വപ്പെടുത്തുവിൻ, വാഴ്ത്തുവിൻ, പ്രസിദ്ധപ്പെടുത്തുവിൻ. യഹോവയുടെ കൃപകൾ പ്രസിദ്ധപ്പെടുത്തുവിൻ. തേജസ്സും ബഹുമാനവും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിനുണ്ട്. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ എൻ്റെ അത്ഭുതങ്ങൾ വിവരിപ്പിൻ. സുവിശേഷം അല്ലെങ്കിൽ ഗുഡ് ന്യൂസ്, ഗോസ്പൽ, ഇതൊക്കെ അന്ന് തന്നെ സങ്കീർത്തനത്തിൽ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യഹോവയായ ദൈവത്തിനെ കുറിച്ച് ജാതികളുടെ ഇടയിൽ പ്രസിദ്ധപ്പെടുത്തുവാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവ വലിയവൻ ഏറ്റവും സ്തുത്യനുമാകുന്നു. പിന്നെ യഹോവയായ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാം. സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. കാരണം ദേവന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. അവർ ഈ തെറ്റിപ്പോയ ആളുകളെല്ലാം മറ്റ് ലോകത്തിലുള്ള മറ്റ് ജനങ്ങളെല്ലാം വഴിതെറ്റിച്ച് അവർ സ്വയം ദൈവമെന്നും പറഞ്ഞാൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവരെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മുഖ്യ മൂർത്തികൾ എത്രയും. അവരിങ്ങനെ ഓരോ രൂപങ്ങളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ കുടിയിരിക്കുന്ന ഈ പറഞ്ഞ ഈ അശുദ്ധമായിട്ടുള്ള അശുദ്ധാത്മാവ് അതിനെയാണ് മുഖ്യൊരു ദൈവമായിട്ട് കണക്കാക്കി ഇങ്ങനെ ആരാധിച്ചു പോരുന്നത്. അപ്പോൾ അവയെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. യഹോവയോ ആകാശത്തുണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിൽ ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയായ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ജെൻഡൈൽസിനാണ് ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കും, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കും. അപ്പോൾ യഹോവയായ ദൈവം, സത്യദൈവം യഹോവയായ ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന് മഹത്വവും ബലവും കൊടുക്കും, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കും. അപ്പോൾ സത്യദൈവത്തിന് മുമ്പിൽ മാത്രം പോകും എന്നാണ് പറയുന്നത്. പിന്നെയും പറയുന്നത് അപ്പോൾ എല്ലാം ഈ ജാതികളുടെ കുലങ്ങൾ സകല ഭൂവാസികളുമായുള്ളവരെ എന്നിങ്ങനെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ദൂതന്മാർ അവർ വഴിതെറ്റിപ്പോയി. അവർ മനുഷ്യരെയും നല്ലൊരു പങ്ക് വഴിതെറ്റിക്കാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവരെക്കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം. അപ്പോൾ അവൻ ജാതികളെ നേരോടെ വിധിക്കും. യഹോവ വാഴുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ പറയും. 10-ാമത്തെ വാക്യത്തിൽ ഭൂലോകവും നിലകാതെ ഉറച്ചു നിൽക്കുന്നു. അവൻ ജാതികളെ നേരോടെ വിധിക്കും. അതുകൊണ്ടാണ് ലോകത്തുള്ള സകല മനുഷ്യരെ അഡ്രസ്സ് ചെയ്ത് പറയുന്നത്, നിങ്ങൾ വഴിതെറ്റി പോകരുത്,
നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്, നിങ്ങൾ സത്യദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവിൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ നാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കുന്നു. നമ്മൾ ഇങ്ങനത്തെയൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ കരുതി ഇതൊരു കവിത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് അതായതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല അത് കാണാമല്ലോ. ആകാശം സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ലിറ്ററലി ആകാശം സന്തോഷിക്കുന്നുണ്ട്. ഭൂമി ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി ആനന്ദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സമുദ്രം അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും അവയിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും. ഒരു വൃക്ഷം അല്ലെങ്കിൽ ആ വൃക്ഷത്തിന് നമുക്കറിയാം, അതിന് ഈ പറഞ്ഞതുപോലെ വളരാനുള്ള കഴിവ് ആ വൃക്ഷത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. വളരാനും പൂക്കാനും കായ്ക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. അപ്പോൾ അതിനും ഒരു ദൈവമായിട്ടുള്ളൊരു ബന്ധമുണ്ട് അതിന്. അതുകൊണ്ടാണ് അതും ഉല്ലസിച്ച് ഘോഷിക്കുവാനായിട്ട് ദൈവം പറയുന്നത്, ദൈവം കൽപ്പിക്കുന്നത്. ആകാശം ഘോഷിക്കുന്നുണ്ട്, സമുദ്രം ഘോഷിക്കുന്നുണ്ട്, ഭൂമി ആനന്ദിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇത് വെറും കവിതയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ല. അത് നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നമ്മളെ ഈ മുൻധാരണകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രകൃതിയെ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രകൃതിയും ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് തീർച്ചയായിട്ടും കാണുവാനായിട്ട് സാധിക്കും. വിശേഷിച്ച് ഈ മൃഗങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ പ്രത്യേകിച്ച് നമുക്കത് തിരിച്ചറിയാനായിട്ട് കഴിയും. കാരണം എല്ലാ സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അതിൽ ദൈവത്തെ മനഃപൂർവ്വമായിട്ട് സ്തുതിക്കാതെ പോകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ. മറ്റൊരു ജീവിയും ദൈവത്തെ സ്തുതിക്കാതെ പോകുന്നില്ല. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതിയുടെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. അങ്ങനെയാണ് ആ സങ്കീർത്തനം അവസാനിക്കുന്നത്. വീണ്ടും 97-ാമത്തെ സങ്കീർത്തനം, അതും ഇതുപോലെ ഇതിൻ്റെ ഒരു അർത്ഥങ്ങൾ വരുന്ന മറ്റൊരു സങ്കീർത്തനമാണ് 97-ാമത്തെ സങ്കീർത്തനം. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റും ഇരിക്കുന്നു. നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി കണ്ട് വിറയ്ക്കുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നതിലും വളരെ അധികമാണ് ദൈവത്തിൻ്റെ ശക്തി, പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനൊരു അവസാനമില്ല. അതിങ്ങനെ അനന്തമാണ്. അതായത് ഈ നമുക്ക് പിന്നീട് സമയം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ശക്തിക്കും അല്ലെങ്കിൽ മഹത്വത്തിനും ഒന്നും അവസാനമില്ല. അതിങ്ങനെ മനുഷ്യനെ പോലുള്ള ഒരു ജസ്റ്റ് ഒരു ജീവിക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഈ ഇതിനെക്കുറിച്ച്. അപ്പോൾ പറ്റുന്ന രീതിയിൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റും ഇരിക്കുന്നു, നീതി ന്യായവും അവൻ്റെ സിംഹാസനത്തിന് അടിസ്ഥാനമാകുന്നു. തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള വൈരികളെ ദുഃഖിപ്പിക്കുന്നു. അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി കണ്ട് വിറയ്ക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ. അപ്പം സർവ്വഭൂമിയുടെയും കർത്താവാണ്. സർവ്വഭൂമിയെയും സർവ്വലോകത്തെയും ഉണ്ടാക്കിയ ദൈവമാണ്. ആ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു, സകല ജാതികളും അവൻ്റെ മഹത്വത്തെ കാണുന്നു. ദൈവത്തിൻ്റെ നീതി ആകാശം പ്രസിദ്ധമാക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് പ്രസിദ്ധമാക്കുന്നത് എല്ലാവർക്കും ഒന്നും ഒരു പക്ഷേ കാണുവാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മളൊന്നുമല്ലെന്ന് പറഞ്ഞ് നമ്മൾ താണു വീണ് കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. അക്കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ആർക്കും വേണ്ട. നമുക്ക് ഇതുപോലെ ആകാശം ദൈവനീതിയെ പ്രസിദ്ധമാക്കുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണുവാനായിട്ട് ദൈവസന്നിധി, ദൈവകൃപ അല്ലെങ്കിൽ ദൈവസ്തുതികൾ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കഴിയും. സകല ജാതികളും അവൻ്റെ മഹത്വത്തെ കാണുന്നു. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകുന്നു. അങ്ങനെ വെറും ഒരു കൈപ്പണിയിലായിട്ടുള്ള ഒരു സാധനത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന മറ്റൊരു ഏതെങ്കിലും ഒരു വസ്തുവിൽ ഒക്കെ ഒതുക്കാൻ പറ്റുന്ന ഒരു ദൈവമല്ല ഈ യഹോവയായ ദൈവം, അല്ലെങ്കിൽ
മഹാദൈവം എന്ന് നമ്മൾ പറയുന്ന സത്യദൈവം, നമ്മുടെ ദൈവം. ആ ദൈവത്തെ അങ്ങനെ നമുക്ക് ഒതുക്കാനായിട്ട് കഴിയത്തില്ല. എങ്കിലും ആ ദൈവം തൻ്റെ ആ ഒരു തൻ്റെ ആ മഹിമയുടെ ഭാഗമായ പുത്രൻ എന്നുള്ള ആ ഒരു ഇതിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു മാനിഫെസ്റ്റേഷനിൽ യഹോവയായ ദൈവം തൻ്റെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആ തൻ്റെ 3 മാനിഫെസ്റ്റേഷൻസിൽ, അല്ലെങ്കിൽ 3 വ്യക്തിത്വങ്ങളിൽ പുത്രനായ ദൈവത്തെയാണ് മനുഷ്യനെ തുല്യമാക്കിയിട്ട് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് അയച്ച ദൈവമാണ്. അതായത് താൻ ഉണ്ടാക്കിയ പ്രത്യേക സൃഷ്ടി നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നിശ്ചയിച്ച സമയത്താണ് ക്രിസ്തു ഭൂമിയിൽ വരുന്നത്. അങ്ങനെ ഭൂമിയിൽ വന്ന് 33.5 വർഷം ജീവിച്ചു. അതിൽ 3.5 വർഷക്കാലമാണ് ക്രിസ്തു താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തി, താൻ ദൈവമാണെന്ന് ഇങ്ങനെ മറ്റുള്ളവർക്ക് സുവിശേഷം പകർന്നു കൊടുത്തതിനെ കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം 3.5 വർഷമാണ് വെളിപ്പെടുത്തിയത്, കാനാവിലെ കല്യാണം മുതൽ അങ്ങോട്ട്. അപ്പോൾ ദൈവം നിശ്ചയിച്ച സമയമുണ്ട്. എല്ലാത്തിനും ദൈവം നിശ്ചയിച്ച സമയമുണ്ട്, കാലമുണ്ട്. ആ കാലത്ത് മാത്രമേ ഓരോ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഈ ത്രിയേക ദൈവത്തിൻ്റെ രണ്ടാമനായ പുത്രനെ ദൈവം ഭൂമിയിലേക്ക് വിട്ടു. മനുഷ്യന് താൻ തന്നെ നിശ്ചയിച്ച ന്യായപ്രമാണത്തിൻ്റെ ഭാഗമായിട്ട് യാഗമായിട്ട് തീർന്ന് ഈ മനുഷ്യരെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ദൈവത്തെ, ഈ ക്രിസ്തുവിനെ, അപ്പോൾ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു നാമമാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റെടുക്കുക, ആ ദൈവത്തിൽ വിശ്വസിച്ച് ആ വഴിയും ആ ദൈവത്തിൽ കൂടി മാത്രമേ നമുക്ക് ഈ കേന്ദ്രമായ ഈ പിതാവായ ദൈവത്തിലും ആ ദൈവത്തിൻ്റെ 3 മാനിഫെസ്റ്റേഷൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ 3 വ്യക്തിത്വങ്ങളാണ്. ആ 3 വ്യക്തിത്വങ്ങൾ കൂടി, ഈ 2 വ്യക്തിത്വങ്ങൾ, ആത്മാവ് നമുക്ക് കിട്ടണം, ആത്മാവിൻ്റെ ദാനം നമുക്ക് വരണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനമില്ലാതെ നമുക്ക് സന്നിധിയിലേക്ക് കയറി ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ പുത്രനായ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ദൈവം എന്ത് ചെയ്യും? ആ ദൈവം പരിശുദ്ധാത്മാവെന്നുള്ള ആ വലിയ ദാനമുണ്ട്, ആ ദാനം നമുക്ക് തരും. അപ്പോൾ ആ ദാനം നമ്മൾ ആദ്യം സ്വീകരിച്ച് പുത്രനായ ദൈവത്തിൽ വിശ്വസിച്ച് എന്നതിന് ശേഷം മാത്രമേ നമുക്ക് പിതാവിൻ്റെ സ്ഥലത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ഇതാണ് ആ 3 മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ 3 വ്യക്തിത്വങ്ങളുടെ പ്രത്യേകത. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരു ദാനമാണ്. പരിശുദ്ധാത്മാവ്, ആ ആത്മാവിനെ പ്രാപിക്കുക. പുത്രനെ വിശ്വസിച്ച് ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുത്രനിൽ കൂടി നമുക്ക് ദൈവസന്നിധിയിൽ ചേരുവാനായിട്ട് സാധിക്കും. അങ്ങനെ മാത്രമേ ആ സന്നിധിയിൽ കയറി ചെല്ലുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ആ വഴിക്കൊന്നും പോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഇത്രയും വലിയൊരു എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ഒരു ചിന്തയിലോ ഒരു ബുദ്ധിയിലോ ഒതുക്കാനൊന്നും പറ്റാത്ത വളരെ വലിയ ശക്തി, അനന്തമായുള്ള ശക്തി, മഹത്വവും ആ കൈയാളുന്ന ആ വലിയ ആ ശക്തി സ്രോതസ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. എന്നാൽ ആ ദൈവത്തെ വെറും കൈപ്പണിയിൽ, വെറും കുംഭങ്ങളിൽ ഇതിനൊന്നും ഒതുക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അതാണ് തിരുവചനത്തിൽ വളരെ കൃത്യമായിട്ട് അവിടെ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ അതിലും പറഞ്ഞിട്ടുണ്ട്, വിഗ്രഹങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത്. കാരണം ഞാൻ വിഗ്രഹത്തിൽ ഒതുങ്ങുന്നവനല്ല എന്നാണ് ദൈവമോട് പറയുന്നത്. അതുകൊണ്ടാണ് വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്ന് പറയുന്നത്. വിഗ്രഹങ്ങളെ നിങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങളവയെ നമസ്കരിക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഈ ഉണ്ടാക്കിയ സത്യദൈവം, ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ സത്യദൈവത്തെ ഒരിക്കലും നമുക്കൊരു വിഗ്രഹത്തിൽ ഒതുക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യരുതെന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ പുത്രന്മാരാണ്, നിങ്ങൾ എന്നെ മാത്രമേ നമസ്കരിക്കാവൂ, നിങ്ങൾ എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിർബന്ധ ബുദ്ധി ദൈവത്തിനുണ്ട്. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ആ മനുഷ്യനാണ് ദൈവസന്നിധിയിൽ നിന്ന് ആ ബന്ധം വിട്ടിട്ട് മറ്റു പലയിടത്തും പോയിട്ട് ദൈവകൃപ തള്ളിക്കളയുന്നതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ പറയുന്നു, സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ. അത് മുമ്പ് നമ്മൾ മുമ്പത്തെ സന്ദർഭത്തിൽ നമ്മൾ കണ്ടാണ്. ഇതേ അർത്ഥമാണ് അവിടെ. സിയോൻ കേട്ട് സന്തോഷിക്കുന്നു, യഹോവയിൽ നിന്റെ ന്യായവിധികൾ ഹേതുവായി യഹൂദാപുത്രന്മാർ ഘോഷിച്ചാനന്ദിക്കുന്നു.
യഹോവേ, നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കുന്നു. കണ്ടോ? ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ, നമ്മുടെ വഴികൾ നമ്മൾ ക്ലിയറാക്കണം. ദോഷം ചെയ്യാനായിട്ട് പാടില്ല. ദോഷത്തെ നമ്മൾ വെറുത്ത് അകന്നു നിൽക്കണം. അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും കുതിക്കും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യും. ഈ സത്യദൈവത്തിൽ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് കാലം കഴിക്കാനായിട്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു കണിക നമ്മുടെ മനസ്സിൽ വന്നത്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണാം, നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം എന്ന് ചോദിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് കടുകുമണിയോളം വിശ്വാസം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴെങ്കിലും നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഈ നാക്കുകൊണ്ട് പറയുന്നതിൽ മാത്രം ഒതുങ്ങിപ്പോരുത്. നിങ്ങളുടെ ഉള്ളിൽ ആ വിശ്വാസം വേണം. ആ ഒരു കടുകുമണിയുടെ എങ്കിലും വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ കടുകുമണി എന്നുള്ള ആ ഒരു പ്രയോഗത്തെ മറ്റു പലരും പറയുന്നത്, ആ കടുകുമണി എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഒരു വിത്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എയർ ഉണ്ടാവും. ഈ കടുകിൻ്റെ ഉള്ളിൽ എയറില്ല, അത് ഫുള്ള് സോളിഡാണ് എന്ന അർത്ഥത്തിലും ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. ഏതായാലും എനിക്ക് എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ചത് കടുകുമണി, അത് അത്രയെങ്കിലും വിശ്വാസം എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മൾ എത്രത്തോളം വിശ്വാസം എന്നിങ്ങനെ 1000 തവണ സ്വന്തം നാവുകൊണ്ട് ഉരുട്ട് പറഞ്ഞാലും അത് ദൈവസന്നിധിയിലുള്ള ഒരു വിശ്വാസം ആകുന്നില്ല. അത് യഥാർത്ഥത്തിൽ ആ വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ എന്ത് ആപത്ത് വന്നാലും, എന്ത് സമ്മാനങ്ങൾ, അല്ലെങ്കിൽ എന്ത് ആപത്ത് വന്നാലും, എന്ത് പോസിറ്റീവ് തിങ്സ്, അല്ലെങ്കിൽ എന്ത് എന്താ പറയുക, ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കിട്ടിയാലും ആ സമയങ്ങളിലൊന്നും ദൈവത്തെ മറക്കാതെ ദൈവത്തെ തന്നെ നമ്പർ 1 ആയിട്ട് നിർത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വിശ്വാസം, അതാണ് നിങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ, അതായത് ജീവിതത്തിൽ ഫസ്റ്റ് മറ്റൊന്നിനേക്കാളും ജീവിതത്തിൽ ഫസ്റ്റ് ഈ സത്യ ദൈവത്തിന്, ഈ തിരുവചനത്തിന് നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഈ കടുകുമണിയോളം വിശ്വാസമായി. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ തിരുദാനം, ആ പരിശുദ്ധാത്മാവെന്നുള്ള വലിയൊരു ദാനമുണ്ട്. കാരണം ഈ ലോകം മുഴുവൻ നിറഞ്ഞേക്കുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. ഈ ക്രിയേഷൻ മുതൽ ഈ ലോകത്തെ ക്രിയേഷൻ്റെ ഭാഗമായിരുന്നു. ക്രിയേഷന് ശേഷം ഈ ലോകത്തെ മുഴുവൻ നടത്തുന്നു. കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ പ്രത്യേകം പറഞ്ഞു, ഞാൻ പോകുന്നു, പക്ഷേ എൻ്റെ കാര്യസ്ഥൻ നിങ്ങളുടെ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാണ് പരിശുദ്ധാത്മാവിന് പിന്നെ ഓരോ കാര്യങ്ങൾ ഇടപെട്ടുന്നതാണ്. അപ്പോൾ അന്ന് തൊട്ട് പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ദൂതന്മാർ, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ ലോകത്തിലുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യരെ, അല്ലെങ്കിൽ തൻ്റെ മക്കളെ ദൈവം നടത്തുകയാണ് ഓരോ നിമിഷവും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള ദൈവത്തെ ആ ദൈവമാണ് നമ്മുടെ VIP എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരു VIP ഈ ലോകത്തിലില്ല. ആ സത്യദൈവം മാത്രമേ ഉള്ളൂ ഒരു VIP ആയിട്ട്. അപ്പോൾ ആ ദൈവത്തെ പ്രാപിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി. അപ്പോൾ ആ പരിശുദ്ധാത്മാവെന്നുള്ള ദാനത്തെ നമ്മൾ പ്രാപിക്കണം. പുത്രനായ ദൈവത്തെ നമ്മൾ പരിശുദ്ധാത്മാവെന്നുള്ള ദാനം അപ്പോൾ ദൈവം നൽകും. ആ 2 ഭാഗവും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിൽ വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക്, അതായത് പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കും. ഇതല്ലാതെ ത്രിയേക ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് ഒരു മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും കഴിയത്തില്ല. അത് ദൈവം സമ്മതിക്കില്ല. ഏതായാലും ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഇന്നത്തെ നമുക്ക് പഠനം നിർത്താം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവം നമ്മളെ എവിടെയാണ്